ഹലോ ഗൈസ്, അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. രാവിലെ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നൈസാണ്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബഫറ്റേറിയൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ സ്പൈസസ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. പഴങ്കഞ്ഞി ഇവർ പപ്പനെയും പിടിച്ചുകൊണ്ട് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, പൂളിൽ ചാടാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം മോന് ചാടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും ചാടിയിട്ടേ പോകുമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ലാസ്റ്റ് കീഴടങ്ങേണ്ടി വന്നു. അപ്പോൾ ഇതാണ് പൂള്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടുള്ള കുറുങ്ങൽ ഐഷുവിൻ്റെതാണ്, വേറൊന്നുമല്ല, പൂളിൽ നിന്ന് പോകുന്നതിനുള്ള സങ്കടം. അപ്പോൾ നമ്മളെല്ലാവരെയും തെളിച്ച് റൂമിലേക്ക് പോവാണ്. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. റിവ്യൂവിൽ ഒന്നും നോക്കില്ല, എല്ലാം ഫുൾ സ്റ്റാർ കൊടുത്ത്. ഈ ഒരു ഹോട്ടൽ ട്രിവാൻഡ്രം പോകുന്ന ആൾക്കാർക്ക്, കാരണം അവിടെ ഭയങ്കര നീറ്റാണ്, പിന്നെ ഒരു ബഫറ്റ് ആയാലും അടിപൊളിയാണ്, അവിടുത്തെ സർവീസ് ആയാലും ഭയങ്കര നീറ്റാണ്.
നേരെ നമ്മൾ പോകുന്നതൊരു ബേബിനെ കാണാനാണ്, വേറെ ആർക്കും അല്ല. ഫ്രണ്ടിൻ്റെ ഇന്നലെ കണ്ട ഫ്രണ്ടിൻ്റെ ബേബി, ഇപ്പം ന്യൂ ബോൺ ബേബിനെ കാണാൻ പോവുകയാണ്. 2 കാക്കന്മാർക്കും ഒരു കുഞ്ഞനിയത്തിനെ കിട്ടി, മാഷാ അല്ലാഹ്. അപ്പോൾ അവിടുന്ന് ബേബിനെ കണ്ട് നമ്മൾ തിരിച്ചു പോന്ന്. അങ്ങനെ കൊല്ലത്തെത്തി. മുന്നിൽ പോകുന്നത് വേറൊരു ഫ്രണ്ടാണ്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവരെ വീട്ടിൽ പോയി അവിടുന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അവരെ പരിചയപ്പെട്ട് നമ്മൾ തിരിച്ചു പോന്ന്. കൊച്ചി എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ സ്റ്റേ ചെയ്യാമെന്ന്. വേറൊന്നും കൊണ്ടല്ല, ഡ്രൈവ് ചെയ്ത് പോരുകയാണെങ്കിൽ 3 മണി 4 മണിയാവും നാട്ടിലെത്താൻ. അപ്പം അതിനും നല്ലത് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എണീറ്റ് പോവാം. അപ്പം നമ്മൾ ക്രൗൺ പ്ലാസയിലാണ് റൂം എടുക്കുന്നത്. ഇവിടെ ഇതിൻ്റെ മുന്നേ വന്നപ്പം കുറച്ച് സെലിബ്രിറ്റീസിനെ കണ്ട്. ഇത് അന്നെടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളിലുണ്ട്. ബഫറ്റ് ഏരിയയിലാണ് എല്ലാവരും ഉണ്ടാവുക, കാരണം എല്ലാവർക്കും കോമൺ ബഫറ്റ് ഏരിയയാണ്. അപ്പോൾ ഇതാണ് മോള്. അപ്പം കുറേ കഴിഞ്ഞിട്ട് നാളെ ബഫറ്റ് ഏരിയയിൽ എത്ര മണിക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. നേരത്തെ പോയാൽ അത്രയും ആൾക്കാരെ കാണാം, കിടന്നുറങ്ങിയാൽ കാണാൻ പറ്റില്ല. അപ്പം നാളെ നമ്മൾ ആരെയൊക്കെ കാണും ആരെയൊക്കെ കാണില്ല എന്നുള്ളത് നാളെ കാണാം. അപ്പോൾ ബൈ, സീ യു.